ഒരു കാലഘട്ടത്തിന്റെ വിലപിടിപ്പുള്ള കഥാകാരനായിരുന്നു ഡെന്നീസ് ജോസഫ്. മമ്മൂട്ടിക്ക് ന്യൂഡൽഹിയിലൂടെയും മോഹൻലാലിന് രാജാവിന്റെ മകനിലൂടെയും താരപരിവേഷം നൽകിയ രചയിതാവ്. നിറക്കൂട്ട്, ശ്യാമ, സംഘം, നായർ സാബ്, കൂടിക്കാഴ്ച, കോട്ടയം കുഞ്ഞച്ചൻ, ഇന്ദ്രജാലം, ആകാശദൂത് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ രചയിതാവ്. ജോഷി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി മമ്മൂട്ടി അതിഥിവേഷത്തിലും അഭിനയിച്ച നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ തകർപ്പൻ പെർഫോമൻസ് കൊണ്ട് ശ്രദ്ധേയമായ സീനുകളിലൊന്നായിരുന്നു ടോണിയും കൂട്ടുകാരും കള്ളുകുടിച്ച് ഫിറ്റായി സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ പരിചയപ്പെടാൻ വരുന്ന രംഗം. പരിചയം കൂടി വെടിപൊട്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് ടോണി മമ്മൂട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ? ടോണി അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ തിയേറ്ററുകളിൽ ജനം ചിരിച്ചു മറിയുകയായിരുന്നു. അങ്ങനെ ഒരു രംഗം തിയേറ്ററിൽ വന്നു ചേരാനുള്ള കാരണക്കാരൻ നടൻ വിജയരാഘവനായിരുന്നു. ഒരിക്കൽ ഡെന്നീസ് ജോസഫ് ഒരു യാത്ര പോകുന്ന സമയം ട്രെയിനിൽ തൊട്ടടുത്ത കൂപ്പയിൽ നടൻ വിജയരാഘവനും കൂട്ടുകാരും അടിച്ചു പൊളിക്കുന്നു. അന്ന് വിജയരാഘവൻ അറിയപ്പെടുന്ന നടനായിട്ടില്ല. പക്ഷേ നാടകാചാര്യൻ NN പിള്ളയുടെ മകൻ എന്ന മേൽവിലാസമുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ വിജയരാഘവൻ ഡെന്നീസിന്റെ കൂപ്പയുടെ മുന്നിലൂടെ പോകുമ്പോൾ ഡെന്നീസിനെ കാണുന്നു. നേരിട്ട് ആദ്യമായി കാണുകയാണ്. സിനിമാ മാസികളിൽ ഫോട്ടോ കണ്ടുള്ള പരിചയത്തിൽ ഡെന്നീസ് ജോസഫ് അല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് പരിചയപ്പെടാൻ കൂപ്പയിലെത്തുന്നു. അപ്പോഴേക്കും വിജയരാഘവന്റെ മറ്റു കൂട്ടുകാരും ഡെന്നീസിന്റെ കൂപ്പയിലേക്ക് വരുന്നു. അവർ അവിടെ നിന്ന് മദ്യപിക്കാൻ ഡെന്നീസിനോട് അനുവാദം ചോദിക്കുന്നു. അനുവാദം കൊടുത്തപ്പോൾ കൂടെ കൂടാൻ നിർബന്ധിച്ചു. പക്ഷേ ഡെന്നീസ് ഒഴിഞ്ഞു മാറി. പിന്നെ ആ കൂപ്പയിൽ ആഘോഷവും താളമേളവുമായി. അതിനിടെ ഇടയ്ക്കിടെ ട്രെയിൻ ഇളകുമ്പോൾ വിജയരാഘവൻ ഡെന്നീസിന്റെ മേലിലേക്ക് വീഴും. അപ്പോൾ വിജയരാഘവൻ ഡെന്നീസിനോട് ചോദിക്കും, ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ? ആ ചോദ്യം വിജയരാഘവൻ പലതവണ ആവർത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഡെന്നീസ് ജോസഫ് നമ്പർ 20 മദ്രാസ് മെയിൽ എഴുതാനിരുന്ന സമയം വിജയരാഘവന്റെ അന്നത്തെ അതേ ചോദ്യവും ഭാവങ്ങളുമായിരുന്നു നമ്പർ 20 മദ്രാസ് മെയിലിലെ ടോണി കുരിശങ്കലിന് നൽകിയത്.